നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സർവ്വരാജ്യ തൊഴിലാളി ദിനത്തിന്റെ സന്ദേശം പകർന്ന് കാസർഗോഡ് സംയുക്ത തൊഴിലാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലി നടത്തി. റാലിയിൽ നിരവധി പേർ അണിനിരന്നു. തൃക്കണ്ണാട് ക്ഷേത്രത്തിലെ കൊടിമരം ചരിഞ്ഞ നിലയിൽ. സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് വ്യാഴാഴ്ച രാവിലെ. കുണ്ടംകുഴിയിൽ വൻ തീപിടുത്തം. കുണ്ടംകുഴി പഞ്ചലിംഗേശ്വര ക്ഷേത്രം റോഡിൽ പ്രവർത്തിക്കുന്ന ശിവഗംഗ ഹാർഡ്വെയർസിനാണ് തീപിടിച്ചത്. ചക്ക മുറിക്കുന്നതിനിടെ പലക്കത്തിക്ക് മുകളിലേക്ക് വീണ് 8 വയസ്സുകാരൻ മരണപ്പെട്ടു. പാടി വെള്ളൂരടുക്കയിലാണ് സംഭവം. മഞ്ചേശ്വരം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഹജ്ജ് പഠന ക്ലാസ് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സർവ്വരാജ്യ തൊഴിലാളി ദിനത്തിന്റെ സന്ദേശം പകർന്ന് കാസർഗോഡ് സംയുക്ത തൊഴിലാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. റാലിയിൽ നിരവധി പേർ അണിനിരന്നു. സർവ്വരാജ്യ തൊഴിലാളി ദിനത്തിന്റെ സന്ദേശം പുതുക്കി കാസർഗോഡ് സംയുക്ത തൊഴിലാളി കൂട്ടായ്മ മെയ് ദിനം ആചരിച്ചു. മെയ് ദിനത്തിന്റെ ഭാഗമായി കാസർഗോഡ് നഗരത്തിൽ വൻ റാലിയും സംഘടിപ്പിച്ചു. കാസർഗോഡ് KSRTC ഡിപ്പോ പരിസരത്ത് നിന്നുമായിരുന്നു റാലി ആരംഭിച്ചത്. വിവിധ ട്രേഡ് യൂണിയൻ ഭാരവാഹികളായ CH കുഞ്ഞമ്പു MLA, K കൃഷ്ണൻ, K രവീന്ദ്രൻ, ഗിരികൃഷ്ണൻ, TMA കരീം തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. റാലി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന മെയ് ദിന സമ്മേളനം CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ സമരവും പ്രശ്നവും എന്ന് പറയുന്നത് ഈ കോർപ്പറേറ്റ് മൂലധനത്തിനെതിരായി, കോർപ്പറേറ്റ് ശക്തികൾക്കെതിരായി ഏറ്റവും ശക്തമായ പ്രശ്നവും സമരം നയിക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ളത്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് വഴിവിട്ട് നടത്തുന്ന നടപടികളെല്ലാം നമ്മൾ എത്രയോ കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കാഗോയിലെ സമരത്തിന് ശേഷം ലോകത്താകെ തൊഴിലാളിക്ക് അനുകൂലമായ നിയമനിർമ്മാണങ്ങൾ വന്നപ്പോൾ നമ്മുടെ രാജ്യത്തും തൊഴിലാളികൾക്ക് പല ആനുകൂല്യങ്ങളും നിയമത്തിലൂടെ കിട്ടി. മിനിമം വേജസ് ആക്ട് വന്നു, ബോണസ് ആക്ട് വന്നു, ലേബർ നിയമങ്ങൾ വന്നു, തൊഴിലാളി നിയമങ്ങൾ വന്നു. ഇങ്ങനെ പല നിയമങ്ങളും നമുക്ക് തൊഴിലാളികൾക്ക് അനുകൂലമായിട്ട് വന്നു. തൊഴിൽ ഇടങ്ങളിലെ പരിസ്ഥിതി പ്രശ്നത്തെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ വന്നു. എല്ലാം വിവിധ നിയമങ്ങൾ തൊഴിലാളികൾക്ക് അനുകൂലമായി വന്നു. പക്ഷേ ആ നിയമങ്ങൾ മുഴുവൻ തന്നെ മാറ്റി കോർപ്പറേറ്റുകൾക്കും മുതലാളിമാർക്കും അനുകൂലമായ നിയമങ്ങളാക്കി മാറ്റുക എന്നതാണ് BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്ത ഏറ്റവും വലിയ തൊഴിലാളി ദ്രോഹ നടപടി. ബിജു ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ചു. PV കുഞ്ഞമ്പു സ്വാഗതം പറഞ്ഞു. T കൃഷ്ണൻ, TMA കരീം, CMA ജലീൽ, K രാഘവൻ മാസ്റ്റർ, A വേണുഗോപാലൻ, ഗിരികൃഷ്ണൻ, K രവീന്ദ്രൻ, AR ധന്യവാദ്, മോഹനൻ ബേർക്ക, മോഹൻകുമാർ പാടി, സുജിത് കുമാർ, അഡ്വക്കേറ്റ് അനിൽകുമാർ, പാമു ഷമീർ, ഹനീഫ് കടപ്പുറം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സാർവദേശീയ തൊഴിലാളി ദിനമായ മെയ് 1 തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലയിലെങ്ങും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കാസർഗോഡ് ഏരിയ കമ്മിറ്റി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പതാക ഉയർത്തി തൊഴിലാളി ദിനം ആചരിച്ചു. സാർവദേശീയ തൊഴിലാളി ദിനമായ മെയ് 1 ആചരണത്തിന്റെ ഭാഗമായി ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കാസർഗോഡ് ഏരിയ കമ്മിറ്റി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പതാക ഉയർത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി AR ധന്യവാദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ തൊഴിൽ കോഡുകളെല്ലാം ചുരുക്കിക്കൊണ്ട് 4 മാറ്റിക്കൊണ്ട് തൊഴിലാളികളെ യഥേഷ്ടം അവരുടെ അധ്വാനത്തെ തന്നെ ചൂഷണം ചെയ്തുകൊണ്ട് മുതലാളിത്ത കോർപ്പറേറ്റ് വൽക്കരണത്തിന് ആവശ്യമായിട്ടുള്ള ധനസമ്പാദന മാർഗമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോഴാണ് ഇന്ന് മെയ് ദിനം ആചരിക്കുന്നത്.
എൻ രാമൻ അധ്യക്ഷത വഹിച്ചു. ഷാഫി ചാലക്കുന്ന് സ്വാഗതം പറഞ്ഞു. പി കുഞ്ഞിരാമൻ, സുരേഷ് പാറക്കട്ട, എം വിജയൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് മെയ് ദിന റാലി സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന യോഗം ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് കാഞ്ഞങ്ങാട് മെയ് ദിന റാലി സംഘടിപ്പിച്ചത്. തുടർന്ന് നടന്ന യോഗം ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മളെ പലപ്പോഴും മുദ്രാവാക്യമായിട്ടൊക്കെ വിളിക്കാറുണ്ട്. ആ മുദ്രാവാക്യങ്ങൾക്കും അപ്പുറത്ത് ജീവിത യാഥാർത്ഥ്യമെന്ന നിലയിൽ അവിടെ ഉണ്ടായിട്ടുള്ള ആ വലിയ പോരാട്ടം, അതിൽ നിന്ന് ഉൾക്കൊണ്ട ആവേശമാണ് നമ്മുടെ ലോകത്ത് ഇന്നും തൊഴിലാളി വർഗത്തിൻ്റെ പോരാട്ടത്തിന് വേണ്ടിയുള്ളൊരു കരുത്തായി നിൽക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ പൊതുവായ സ്ഥിതി ഇതെല്ലാം പറയുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, ഇന്ന് ആ 130 വർഷങ്ങൾ 140 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അതിനേക്കാൾ പ്രാകൃതമായ രീതിയിലാണ് നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളോട് ഭരണാധികാരികൾ പെരുമാറുന്നത്. ടി കുട്ടൻ അധ്യക്ഷത വഹിച്ചു. KM ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് K രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് K രാജ്മോഹൻ, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, കാറ്റാടി കുമാരൻ, കരുണാകരൻ കുന്നത്തോ, A ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലോക തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ ടൗണിൽ സംയുക്ത ട്രേഡ് യൂണിയൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിനം ആചരിച്ചു. മോട്ടോർ തൊഴിലാളി യൂണിയൻ HMS സംസ്ഥാന സെക്രട്ടറി ബിജു ആന്റണി മെയ് ദിന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവിധ തൊഴിലാളി സംഘടനകളുടെ ഐക്യവേദിയായ സംയുക്ത ട്രേഡ് യൂണിയൻ തൃക്കരിപ്പൂർ ഏരിയയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുസമ്മേളനം മോട്ടോർ തൊഴിലാളി യൂണിയൻ HMS സംസ്ഥാന സെക്രട്ടറി ബിജു ആന്റണി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് മിനിമം വേതനമില്ല എന്ന കാര്യം കേരളത്തിലെ കാര്യം മാത്രമല്ല, കേരളത്തിലാണ് നമുക്ക് ഏറ്റവും അടുത്തുനിന്ന് വീക്ഷിക്കാൻ പറ്റുന്നത്. രാജ്യം മുഴുവനും ഈ ഒരു അട്ടിമറിക്കലിന്റെ ഫലമായി, തൊഴിൽ നിയമങ്ങളെ അട്ടിമറിക്കലിന്റെ ഫലമായി മിനിമം വേതനം എന്നുള്ളത് ഇല്ലാണ്ടായി. ഇവിടെ നിങ്ങൾ നോക്കണം, ഇവിടുത്തെ സ്വകാര്യ കുത്തകകളിലെ സ്ഥാപനങ്ങളിൽ മിനിമം വേതനമുണ്ട്, സ്വകാര്യ കുത്തുകളിലെ ആശുപത്രികൾ. ഇതൊരു രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളുടെ ഒരു പ്രതിസംഘമാണിത്. രവീന്ദ്രൻ മാണിയാട്ട് അധ്യക്ഷത വഹിച്ചു. പി ജനാർദ്ദനൻ, PA റഹ്മാൻ, TV ഗോവിന്ദൻ, M ഗംഗാധരൻ, KV ജനാർദ്ദനൻ, VP രാജീവൻ, P രമണി, PV തമ്പാൻ എന്നിവർ സംസാരിച്ചു. ടൗൺ ചുറ്റി നടന്ന തൊഴിലാളി പ്രകടനത്തിന് MV സുകുമാരൻ, VV വിജയൻ, TV ജയചന്ദ്രൻ, കഞ്ചി രാജൻ, TV വിനോദ്, E കൃഷ്ണൻ, മധു കുളങ്ങര എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് കുണ്ടംകുടിയിൽ വൻ തീപിടുത്തം. കുണ്ടംകുടി ശ്രീ പഞ്ചലിംഗേശ്വര ക്ഷേത്രത്തിന് സമീപത്തെ ഹാർഡ്വെയർ ഷോപ്പിനാണ് തീപിടിച്ചത്. കട പൂർണ്ണമായും കത്തി നശിച്ചു. ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ശിവഗംഗ എന്ന ഹാർഡ്വെയർ ഷോപ്പിനാണ് തീപിടിച്ചത്. കടയുടെ നവീകരണത്തിന്റെ ഭാഗമായി വെൽഡിംഗ് ജോലികൾ ചെയ്യുന്നതിനിടയിലാണ് തീ പടർന്നത്. നാടിനെ നടുക്കി കുണ്ടംകുഴിയിൽ വൻ തീപിടുത്തം. കുണ്ടംകുഴി ശ്രീ പഞ്ചലിംഗേശ്വര ക്ഷേത്രത്തിന് സമീപത്തെ ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ശിവഗംഗ എന്ന ഹാർഡ്വെയർ ഷോപ്പിനാണ് തീപിടിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 മണിയോടെയായിരുന്നു സംഭവം. കടയുടെ നവീകരണത്തിന്റെ ഭാഗമായി വെൽഡിംഗ് ജോലികൾ ചെയ്യുന്നതിനിടെ തീ പടരുകയായിരുന്നു. തീപിടുത്തത്തിൽ കട പൂർണ്ണമായും കത്തി നശിച്ചു. ഇതിനിടെ ഹാർഡ്വെയർ ഷോപ്പിന് സമീപത്തെ കടയിലേക്കും തീ പടർന്ന് കടയിലുണ്ടായിരുന്ന ചെറിയ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് 2 പേർക്ക് പൊള്ളലേൽക്കുകയും ചെയ്തു. ഇതിൽ കൂടുതൽ പൊള്ളലേറ്റ പുരുഷു ടൈലർ എന്നയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കുറ്റിക്കോലിൽ നിന്നുമെത്തിയ ഫയർഫോഴ്സും ബേഡകം പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് തീ കെടുത്തുവാനായത്. തീപിടുത്തത്തിൽ പെയിന്റ്, തിന്നർ അടക്കമുള്ള അനുബന്ധ സാധനങ്ങൾ കത്തി നശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോട്ടെ പ്രമുഖ ക്ഷേത്രങ്ങളിലൊന്നായ തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിലെ കൊടിമരം ചരിഞ്ഞ നിലയിൽ. ആനപ്പന്തലിലേക്ക് ചരിഞ്ഞ നിലയിലാണ് ഇപ്പോൾ കൊടിമരമുള്ളത്. വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്.
ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിലെ കൊടിമരം ചരിഞ്ഞു. വ്യാഴാഴ്ച രാവിലെയാണ് കൊടിമരം ആനപ്പന്തലിലേക്ക് ചരിഞ്ഞ നിലയിൽ കാണപ്പെട്ടത്. പൂർണ്ണമായും പിത്തള പൂശിയ കൊടിമരത്തിന്റെ അടിഭാഗം അടർന്നു പൊങ്ങിയ നിലയിലാണ്. പുലർച്ചെയുണ്ടായ കനത്ത കാറ്റും മഴയുമാണ് കൊടിമരം ചെരിയുവാൻ ഇടയാക്കിയതെന്ന് സംശയിക്കുന്നു. കാലപ്പഴക്കം മറ്റൊരു കാരണമാകാമെന്നും പറയപ്പെടുന്നു. വിവരമറിഞ്ഞ് ക്ഷേത്രം അധികൃതർ പരിശോധന നടത്തി. നൂറുകണക്കിന് ഭക്തജനങ്ങളും ക്ഷേത്രത്തിലെത്തി. ബേക്കൽ പോലീസും ദേവസ്വം ബോർഡ് അധികൃതരും ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ചർച്ച നടത്തി തീരുമാനമെടുക്കുമെന്ന് ക്ഷേത്ര അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പാടി ബെള്ളൂറടുക്കയിൽ ചക്ക മുറിക്കുന്നതിനിടെ പലക്കത്തിക്ക് മുകളിലേക്ക് വീണ് 8 വയസ്സുകാരൻ മരണപ്പെട്ട സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി. ബദിയടുക്ക പിലാങ്കട്ടയിലെ ഓട്ടോ ഡ്രൈവർ അമീർ കോളാരി സുലൈഖ ദമ്പതികളുടെ ഇരട്ട മക്കളിൽ ഒരാളായ ഹുസൈൻ ഷഹബാസാണ് അതിദാരുണമായി മരണപ്പെട്ടത്. ഉമ്മ ചക്ക മുറിക്കുന്നതിനിടെ കുട്ടി അബദ്ധത്തിൽ കത്തിക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നുവെന്നാണ് വിവരം. ബദിയടുക്ക പിലാങ്കട്ടയിൽ നിന്നും മാതാവിൻ്റെ വീടായ ആലമ്പാടി ബെള്ളൂറടുക്കയിലെ വീട്ടിലെത്തിയതായിരുന്നു ഹുസൈൻ ഷഹബാസ്. മാതാവ് അടുക്കള ഭാഗത്തിരുന്ന് പലകക്കത്തി ഉപയോഗിച്ച് പഴുത്ത ചക്ക മുറിക്കുകയായിരുന്നു. ഇവിടേക്ക് ഓടിയെത്തിയ കുട്ടി കത്തിക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നുവെന്നാണ് വിവരം. നെഞ്ചിനരികിൽ ആഴത്തിൽ മുറിവേറ്റ കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കുവാനായില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മരണത്തിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഹസൻ ഷഹബാസ് മരിച്ച ഹുസൈൻ ഷഹബാസിൻ്റെ ഇരട്ട സഹോദരനാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ഉപ്പള ഗേറ്റ് ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. കാഞ്ഞങ്ങാട് സ്വദേശി മോഹനനാണ് മരിച്ചത്. ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടമുണ്ടായത്. ഓട്ടോറിക്ഷ ഡ്രൈവറാണ് മരണപ്പെട്ട മോഹനൻ. കാഞ്ഞങ്ങാട് നിന്ന് തലപ്പാടി ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയും തലപ്പാടി ഭാഗത്തു നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. അപകടം നടന്നയുടൻ തന്നെ നാട്ടുകാർ സ്ഥലത്ത് ഓടിയെത്തുകയും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. അഗ്നിശമന സേനയുടെ സഹായത്തോടെയാണ് ഓട്ടോ ഡ്രൈവറെ പുറത്തെടുത്തത്. ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. മൃതദേഹം മംഗൽപാടി ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റുകയും നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മഞ്ചേശ്വരം നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് യാത്രയപ്പ് സംഗമവും പഠന ക്ലാസും സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബേക്കൂർ റോയൽ ബോളാർ കോമ്പൗണ്ടിലാണ് ഹജ്ജ് യാത്രയപ്പ് സംഗമവും പഠന ക്ലാസും സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. വിശ്വമാനവികതയുടെ ഉജ്ജ്വല വിളംബരമായ ഹജ്ജ് സമാധാനത്തിൻ്റെയും സമത്വത്തിൻ്റെയും വലിയ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നതെന്നും ഹജ്ജിൻ്റെ ആത്മാവും ആരാധനകളും പ്രാർത്ഥനകളും പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ ഓരോ ഹാജിമാരും തയ്യാറാകണമെന്നും കലക്ടർ മാഹിൻ ഹാജി പറഞ്ഞു. മുസ്ലിം ലീഗ് മഞ്ചേശ്വരം നിയോജകമണ്ഡലം പ്രസിഡന്റ് അസീസ് മെരിക്കെ അധ്യക്ഷത വഹിച്ചു. സയ്യിദ് UK സൈഫുള്ള തങ്ങൾ അൽപുഖാരി പ്രാർത്ഥന നടത്തി. ജനറൽ സെക്രട്ടറി AK ആരിഫ് സ്വാഗതം പറഞ്ഞു. ഇബ്രാഹിം ഖലീൽ ഹുദവി ഹജ്ജ് പഠന ക്ലാസ്സിന് നേതൃത്വം നൽകി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി M അബ്ബാസ്, മുസ്ലിം ലീഗ് മണ്ഡലം ഭാരവാഹികളായ സയ്യിദ് ഹാദി തങ്ങൾ, അബ്ദുല്ല മാദേരി, സെഡ്ഡെ കയ്യാർ, PM സലീം, MP ഖാലിദ്, സിദ്ദീഖ് വളമുഗർ, TM ഷുഹൈബ്, മൂസക്കുഞ്ഞി ഹാജി തൊക്കെ, PB അബൂബക്കർ, M അബ്ദുല്ല മുഗു, VP അബ്ദുൽ ഖാദർ, അഷ്റഫ് കർല, ഇബ്രാഹിം ഇബ്ബു, അബു റോയൽ ബോളാർ, സിദ്ദീഖ് ദണ്ഡഗോളി, സലാം ഖുദർ, ഇബ്രാഹിം ഗുഡഗേരി, അലി സാഗ്, ആയിഷത്ത് താഹിറ, ഷമീന ടീച്ചർ, PK മുഹമ്മദ് ഹനീഫ്, ജമീല സിദ്ദീഖ്, ഇബ്രാഹിം മുണ്ടിയത്തടുക്ക, അഷ്റഫ് കൊടിയമ്മ, മജീദ് പച്ചമ്പള, സെഡ്ഡെ മൊഗ്രാൽ, ഉമ്മർ അപ്പോള, AR കണ്ടത്താട് എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ മുഴുവൻ ഹാജിമാരെയും ഷാൾ അണിയിച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയ അഷ്റഫ് അത്തൂട്ടി നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ SEU കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയ അഷ്റഫ് അത്തൂട്ടി നഗറിൽ പ്രൗഢഗംഭീരമായ തുടക്കം. രാവിലെ പതാക ഉയർത്തൽ നടന്നു.
തുടർന്ന് ഉദ്ഘാടന സമ്മേളനം നടന്നു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ പ്രചരണങ്ങൾക്ക് വേണ്ടി കോടികൾ ചെലവഴിക്കുന്നതിന് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന അവസ്ഥയാണ്. അപ്പൊ ഇതെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അവരുടെ ഈ കള്ളവോട്ട് ചെയ്യുന്ന സാഹചര്യം കൂടി ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും ഭരണം പിടിച്ചൊക്കെ ജനങ്ങൾക്ക് വേണ്ട എന്ന നിലയിലാണ് കേരള ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കയ്യൊപ്പുകൊണ്ട് നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് അവരിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. SEU ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അലി KNP അധ്യക്ഷത വഹിച്ചു. എന്നെ നെല്ലിക്കുന്ന് MLA മുഖ്യാതിഥിയായിരുന്നു. AKM അഷ്റഫ് MLA മുഖ്യ പ്രഭാഷണം നടത്തി. SEU സംസ്ഥാന ജനറൽ സെക്രട്ടറി അമീർ കോഡൂർ റിപ്പോർട്ടിംഗ് അവതരിപ്പിച്ചു. AM കടവത്ത്, അബ്ദുല്ലക്കുഞ്ഞി ചെർക്കള, മൂസാബി ചെർക്കള, അഷ്റഫ് എടനീർ, ഹാഷിം ബംറാണി, ത്വാഹ ചേരൂർ എന്നിവർ സംസാരിച്ചു. OM ഷിഹാബ് സ്വാഗതവും സിയാദ് P നന്ദിയും പറഞ്ഞു. തുടർന്ന് സെമിനാർ, യാത്രയപ്പ് സമ്മേളനം, സംഘടനാ സെഷൻ എന്നിവ നടന്നു. വെള്ളിയാഴ്ച ജില്ലാ കൗൺസിൽ മീറ്റ് നടക്കും. ഭാരവാഹി തിരഞ്ഞെടുപ്പോടുകൂടി സമ്മേളനം സമാപിക്കും. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാംസ്കാരിക സർവീസ് സംഘടനാ നേതാക്കൾ തുടങ്ങി നിരവധി പേരാണ് സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള വിവിധ പരിപാടികളിൽ പങ്കെടുത്തുവരുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദി കംപ്ലീറ്റ് ഫർണിച്ചർ ആൻഡ് ഇൻറ്റീരിയർ ഷോറൂമായ D&G ഫർണിച്ചർ ഇൻറ്റീരിയർ കാസർഗോഡ് പ്രവർത്തനം ആരംഭിച്ചു. അണങ്കൂർ ഗോൾഡൻ ആർക്കേഡിലാണ് ഷോറൂം ആരംഭിച്ചത്. പ്രൗഢമായ ചടങ്ങിൽ സയ്യിദ് അഹമ്മദ് മുക്താർ കുമ്പോൽ ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫർണിച്ചറിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്ന D&G ഫർണിച്ചർ കാസർഗോട്ടും പ്രവർത്തനം ആരംഭിച്ചു. വിശാലമായ സൗകര്യങ്ങളോടെയും പുതുമകളോടെയും ഇൻറ്റീരിയർ സേവനങ്ങളോടെയും അണങ്കൂരിലെ ഗോൾഡൻ ആർക്കേഡിലാണ് D&G ഫർണിച്ചർ ആൻഡ് ഇൻറ്റീരിയർ പ്രവർത്തനം ആരംഭിച്ചത്. പ്രൗഢമായ ചടങ്ങിൽ സയ്യിദ് അഹമ്മദ് മുക്താർ കുമ്പോൽ ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. MLA-മാരായ എന്നെ നെല്ലിക്കുന്ന്, CH കുഞ്ഞമ്പു, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂർ, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കുകയും വിവിധ സെക്ഷനുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ഗുണമേന്മ മുഖമുദ്രയാക്കിയ D&G ഫർണിച്ചർ അതിവിപുലമായ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളുടെ ശേഖരവുമായാണ് കാസർഗോഡ് പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നതെന്ന് D&G ഫർണിച്ചർ ആൻഡ് ഇൻറ്റീരിയർ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ഖാദർ പറഞ്ഞു. നോർത്ത് മലബാറിലെ ഏറ്റവും വലിയ ഷോറൂമായ D&G ഫർണിച്ചർ കാഞ്ഞങ്ങാടിന് ശേഷം കാസർഗോഡും നമ്മളിന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. കാഞ്ഞങ്ങാടിനെ പോലെ തന്നെ ഏറ്റവും നല്ല ഗുണമേന്മയുള്ള ഫർണിച്ചറുകളും വലിയൊരു ഷോറൂം ഡിസ്പ്ലേ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ കാസർഗോഡും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. എന്നും കാഞ്ഞങ്ങാട് നമ്മുടെ ഫർണിച്ചർ എത്രമാത്രം ജനങ്ങൾ നെഞ്ചിലേറ്റിയോ അതുപോലെ തന്നെ ഈ ഫർണിച്ചറും നമ്മുടെ കാസർഗോട്ടെ സംരംഭത്തിനെയും ഞങ്ങളെല്ലാവരും വിജയിപ്പിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പാരമ്പര്യത്തിൻ്റെ പകിട്ടും ശില്പചാരുതയുമെല്ലാം സമന്വയിച്ച നവീനമായ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളുടെ അതിവിപുലമായ ശേഖരവും ഒപ്പം ഇൻറ്റീരിയർ ഉൽപ്പന്നങ്ങളും D&G ഫർണിച്ചർ ആൻഡ് ഇൻറ്റീരിയറിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. വീടുകളായാലും ഷോപ്പുകളായാലും ഉപഭോക്താക്കളുടെ അഭിരുചികൾക്കനുസരിച്ച് ഏറ്റവും മനോഹരമായി ഇൻറ്റീരിയർ പ്രൊജക്റ്റുകൾ ഇവിടെ നിന്നും ചെയ്തു നൽകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ യൂണിറ്റുകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ CJ ഹോം പദ്ധതിയിലൂടെ സഹപാഠിക്ക് നിർമ്മിച്ച 3ാമത് വീടിൻ്റെ കൈമാറ്റം വെള്ളിയാഴ്ച നടക്കും. സ്പീക്കർ AN ഷംസീർ താക്കോൽ കൈമാറുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ യൂണിറ്റുകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ താങ്ങാവാൻ തണലാവാൻ സഹപാഠിക്കൊരു വീട് എന്ന പ്രമേയത്തിൽ CJ ഹോം പദ്ധതിയിലൂടെ സഹപാഠിക്കായി നിർമ്മിച്ച 3ാമത് വീടിന്റെ കൈമാറ്റം വെള്ളിയാഴ്ച കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
സുമനസ്സുകളുടെ സഹകരണത്തോടെ സ്കൂളിലെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാർത്ഥികൾ തന്നെ മുന്നിട്ടിറങ്ങി തുടക്കം കുറിച്ച ഈ പദ്ധതിയിലെ ആദ്യ 2 വീടുകൾ സ്കൂളിലെ നിർധനരായ ഒരു വിദ്യാർത്ഥിക്കും പഠനത്തിനിടയിൽ അപകടത്തിൽ മരണപ്പെട്ട സഹപാഠിയുടെ നിർധനരായ കുടുംബത്തിനും ഇതിനോടകം കൈമാറിക്കഴിഞ്ഞു. 4ാം വീടിന്റെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ യൂണിറ്റുകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ താങ്ങാവാൻ തണലാവാൻ സഹപാഠിക്കൊരു വീട് എന്ന പ്രമേയത്തിൽ CJ ഹോം പദ്ധതിയിലൂടെ സഹപാഠിക്ക് നിർമ്മിച്ച 3ാമത് വീടിൻ്റെ കൈമാറ്റം മെയ് 2 വെള്ളിയാഴ്ച രാവിലെ 10:30 ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ നിർവഹിക്കും. സുമനസ്സുകളുടെ സഹകരണത്തോടെ സ്കൂളിലെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാർത്ഥികൾ തന്നെ മുന്നിട്ടിറങ്ങി തുടക്കം കുറിച്ച ഈ പദ്ധതിയിലെ ആദ്യ 2 വീടുകൾ ഒന്ന് സ്കൂളിലെ നിർധനരായ ഒരു വിദ്യാർത്ഥിക്കും പഠനത്തിനിടയിൽ അപകടത്തിൽ മരണപ്പെട്ട സഹപാഠിയുടെ നിർധനരായ കുടുംബത്തിനും ഇതിനകം കൈമാറിക്കഴിഞ്ഞു. 4ാം വീടിൻ്റെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ CT അഹമ്മദ് അലി, CJ ഹോം സംഘാടക സമിതി ചെയർമാൻ PM അബ്ദുള്ള, പ്രിൻസിപ്പൽ ഡോക്ടർ സുകുമാരൻ നായർ, ഹെഡ്മാസ്റ്റർ വിജയൻ K, ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ അമീർ പാലോത്ത്, PTA പ്രസിഡന്റ് നിയാസ് KT, OSC പ്രസിഡന്റ് മുജീബ് അഹമ്മദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നാട്ടിൽ നിന്നൊരു കലക്ടർ എന്ന ലക്ഷ്യവുമായി തൃക്കരിപ്പൂർ കേന്ദ്രമായി കഴിഞ്ഞ 3 വർഷമായി പ്രവർത്തിച്ചു വരുന്ന KM മാണി സ്മാരക കാരുണ്യ IAS അക്കാദമിക്ക് കീഴിൽ സൗജന്യ പരിശീലനം നടത്തി വരുന്ന വിദ്യാർത്ഥികൾക്ക് മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ മികച്ച നേട്ടം. NMMS പരീക്ഷയിൽ അക്കാദമിയിലെ 7 വിദ്യാർത്ഥികൾ 48,000 രൂപ വീതം ലഭിക്കുന്ന സ്കോളർഷിപ്പ് നേടിയപ്പോൾ പരീക്ഷ എഴുതി 35 വിദ്യാർത്ഥികളും യോഗ്യത നേടിയതായി സംസ്ഥാന മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി MP ജോസഫ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. MP ജോസഫ് ജ്ഞാനകേന്ദ്രയുടെ നിയന്ത്രണത്തിൽ 3 വർഷമായി പ്രവർത്തിച്ചു വരുന്ന കാരുണ്യ സൗജന്യ IAS അക്കാദമിയിലെ 60 വിദ്യാർത്ഥികളിൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷ എഴുതിയ 35 പേരും NMMS പരീക്ഷയിൽ യോഗ്യരായപ്പോൾ 48,000 രൂപ വീതം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഉയർന്ന റാങ്കിലെ സ്കോളർഷിപ്പ് 7 പേർക്ക് നേടുവാനായി. അക്കാദമിയിലെ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി മെയ് 3 ശനിയാഴ്ച കോഴിക്കോട്ടും പരിസരങ്ങളിലുമായി പഠനയാത്ര സംഘടിപ്പിച്ചതായും കോഴിക്കോട് റീജിയണൽ സയൻസ് സെന്റർ, പ്ലാനറ്റോറിയം, പഴശ്ശിരാജ മ്യൂസിയം, ആർട്ട് ഗാലറി, കാപ്പാട് ബീച്ച് തുടങ്ങിയ കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തും. 50 വിദ്യാർത്ഥികളും 10 രക്ഷിതാക്കളുമാണ് പഠനയാത്രയിൽ പങ്കെടുക്കുന്നത്. സൗജന്യ IAS ബേസിക് കോഴ്സിൻ്റെ 3ാമത് ബാച്ചിലേക്കുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തുവാനുള്ള പരീക്ഷ മെയ് അവസാന വാരം നടത്തുവാൻ ഒരുക്കം നടക്കുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. ഓഗസ്റ്റിൽ പുതിയ ബാച്ചിൻ്റെ പരിശീലനം തുടങ്ങും. ആ എഴുതിയ എലിജിബിൾ ആയിട്ടുള്ള 36 കുട്ടികളെ എഴുതി 36 പേർക്ക് ഈ NMMS സ്കോളർഷിപ്പിനല്ല അവര് ഇതിനകത്ത് അർഹതപ്പെട്ട് എലിജിബിളായി. എഴുതിയത് എല്ലാവരും എലിജിബിളായി. സ്കോളർഷിപ്പ് ലഭിക്കുന്നത് ഏതാണ്ട് 3.5 ലക്ഷത്തിന്റെ സ്കോളർഷിപ്പാണ് മൊത്തം ഈ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നത്. അത് 7 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. അത് അതിന്റെ റാങ്ക് അനുസരിച്ച് ഓരോ ജില്ലയിലെയും റാങ്ക് അനുസരിച്ചാണ് കിട്ടുക. 3.5 ലക്ഷം രൂപ ഈ 8ാം ക്ലാസ്സിന്റെ കുട്ടികൾക്ക്, ഞങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ലഭിച്ച് പഠിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഒരു വലിയൊരു സന്തോഷ വാർത്തയാണ്. MP ജോസഫ് IAS ഫേസ് ക്യാമ്പസ് ഡയറക്ടർ E മുഹമ്മദ് തസ്നീം, KV രാഘവൻ മാസ്റ്റർ, K ശ്രീധരൻ മാസ്റ്റർ, ബഷീർ എടാട്ട്, B ഷൈമ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ കാര്യക്ഷമമായ നടത്തിപ്പിന് അധ്യാപകരെ കൂടുതൽ പ്രാപ്തരാക്കുന്നതിനായുള്ള വിപുലമായ പരിശീലന പരിപാടിക്ക് തുടക്കമായി. ഉറുദു വിഷയത്തിലെ സംസ്ഥാന റിസോഴ്സ് ഗ്രൂപ്പിനുള്ള 5 ദിവസത്തെ റെസിഡൻഷ്യൽ പരിശീലനം കൊടക്കാട് കദളി വനത്തിൽ ആരംഭിച്ചു. SCERT, സമഗ്ര ശിക്ഷ കേരളം, ഡയറ്റ്, കൈറ്റ് എന്നിവയുടെ നേതൃത്വത്തിലാണ് അധ്യാപക സംഗമം നടക്കുന്നത്. പാഠ്യപദ്ധതി ലക്ഷ്യമിടുന്ന അറിവും കഴിവും ഉള്ളവരാക്കി എല്ലാ കുട്ടികളെയും മാറ്റുന്നതിനായി അധ്യാപകരെ പ്രാപ്തരാക്കുക,
വിലയിരുത്തൽ രംഗത്ത് വരുന്ന പരിവർത്തനങ്ങൾ തിരിച്ചറിയുവാനും പഠന ബോധന രംഗത്ത് അവ പ്രായോഗികമാക്കുന്നത് എങ്ങനെയെന്ന് തിരിച്ചറിയുവാൻ കുട്ടികളിലെയും ചെറുപ്പക്കാരിലെയും ആക്രമണോത്സുകതയും ലഹരിയോടുള്ള താൽപ്പര്യവും അഭിമുഖീകരിക്കുന്നതിന് ബാല്യത്തിനും യൗവനത്തിനുമൊപ്പം എന്ന ക്യാമ്പയിൻ സ്കൂളുകളിൽ എങ്ങനെ നടത്തണമെന്ന് ധാരണ വികസിപ്പിക്കൽ, ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിൽ ക്ലാസ് റൂം തല പഠന പ്രവർത്തനങ്ങൾ ഒരുക്കുന്നതിന് അധ്യാപകർക്ക് കൈത്താങ്ങ് നൽകുക എന്നിവയാണ് പരിശീലനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനു മുന്നോടിയായുള്ള ഉറുദു വിഷയത്തിലെ സംസ്ഥാന റിസോഴ്സ് ഗ്രൂപ്പിനുള്ള 5 ദിവസത്തെ റെസിഡൻഷ്യൽ പരിശീലനം കൊടക്കാട് കദളി വനത്തിൽ ആരംഭിച്ചു. കാസർഗോഡ് ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ രഘുരാമഭട്ട് പരിശീലനം ഉദ്ഘാടനം ചെയ്തു. 24-25 ഈ അക്കാദമിക വർഷമാണ്. കാരണം പുതിയ KCF നിലവിൽ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ KCF നിലവിൽ വന്നത് മാത്രമല്ല, നമ്മുടെ സ്കൂൾ അന്തരീക്ഷത്തിലും സാമൂഹിക വ്യവസ്ഥിതിയിലും ധാരാളം മാറ്റങ്ങളും കൂടെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾ മുമ്പ് അധ്യാപകർ എങ്ങനെയാണ് സ്വതന്ത്രമായി ധൈര്യത്തോടെ പ്രവർത്തിച്ചത്, ഇന്ന് അധ്യാപകർ, പ്രത്യേകിച്ച് അധ്യാപകർ, എല്ലാവരും നല്ല പ്രത്യേകിച്ച് അധ്യാപകർ കുറച്ചും കൂടെ പേടിയോടെയാണ് ക്ലാസ് മുറിയിൽ പോകുന്നതിന് എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ബിജുരാജ് VS മുഖ്യാതിഥിയായിരുന്നു. ബാബു K, അബ്ദുൽ നാസർ കുയിൽ, അബ്ബാസ് P എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് ഷഫീഖ്, ഷൗക്കത്ത് അലി, മാജിദ ടീച്ചർ, റഷീദ ടീച്ചർ, അബൂബക്കർ മാസ്റ്റർ, ഷർജാഷ്, ഷീബ AK എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വടഗ്രാമം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി ശ്രീ ധർമ്മശാസ്താവിന്റെ ബിംബപ്രതിഷ്ഠ നടന്നു. സർവൈശ്വര്യ വിളക്ക് പൂജയും നടന്നു. വടഗ്രാമം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി ശ്രീ ധർമ്മശാസ്താവിന്റെ ബിംബപ്രതിഷ്ഠ നടന്നു. തുടർന്ന് ഗണപതി, വിഷ്ണുദുർഗ എന്നീ ഉപദേവന്മാരുടെ പ്രതിഷ്ഠയും നടന്നു. വൈകുന്നേരം 4:30 സർവേശ്വര വിളക്കുപൂജ നടന്നു. ബ്രഹ്മശ്രീ മൊളേരി രഞ്ജിത്ത് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. നിരവധി ആളുകളാണ് മഹോത്സവ ചടങ്ങുകൾ ദർശിക്കാനായി ദിനംപ്രതി എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മുൻ MLA ആയിരുന്ന പള്ളിപ്രം ബാലൻ അനുസ്മരണം സംഘടിപ്പിച്ചു. BKMU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. മുൻ MLA-യും BKMU മുൻ സംസ്ഥാന പ്രസിഡന്റും CPI നേതാവുമായ പള്ളിപ്രം ബാലന്റെ 8ാമത് അനുസ്മരണം നടന്നു. BKMU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് MN സ്മാരക മന്ദിരത്തിൽ BKMU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. ബാലേട്ടനുമായി ഏറ്റവും അടുത്ത് പെരുമാറിയവർക്കറിയാം. ബാലേട്ടൻ മാർക്സിസത്തെക്കുറിച്ച് പറയും. മാർക്സിസത്തിന്റെ ബാലപാഠം വളരെ കൃത്യമായി ബോധ്യമുള്ള നേതാവായിരുന്നു സഹ ബാലേട്ടൻ. ആ നിലയിൽ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ രാജ്യത്തെ വിവിധ വിഷയങ്ങളിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടി ഏത് വിഷയത്തിലും കമ്മ്യൂണിസ്റ്റ് നിലപാട് ഉയർത്തിപ്പിടിച്ച സഖാവായിരുന്നു സഹ പള്ളിപ്രം ബാലേട്ടൻ. അതിപ്പോൾ ദേശീയാടിസ്ഥാനത്തിലുള്ള ഒരു വിഷയമായാൽ പോലും സഹ പള്ളിപ്രം അതിനെക്കുറിച്ച് വളരെ ആധികാരികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ഏത് വേദിയിലും പോയി പറയുന്നത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. BKMU ജില്ലാ പ്രസിഡന്റ് ഗംഗാധരൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി N ബാലകൃഷ്ണൻ, CPI ജില്ലാ സെക്രട്ടറി CP ബാബു, AITUC ജില്ലാ പ്രസിഡന്റ് KS കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു. BKMU ജില്ലാ സെക്രട്ടറി M കുമാരൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ വാർഷികാഘോഷവും ബാലബോധിനി പുരസ്കാര സമർപ്പണവും മെയ് 2 വരെ തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയം 86ാം വാർഷികവും ബാലബോധിനി പുരസ്കാര സമർപ്പണവും മെയ് 2 നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 2 വൈകിട്ട് വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണവും നടത്തും. ഗാദി ബോർഡ് വൈസ് ചെയർമാൻ P. ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത അധ്യക്ഷത വഹിക്കും.
അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ ആമുഖ പ്രഭാഷണം നടത്തും. നീലേശ്വരം പബ്ലിക് റീഡിംഗ് റൂം ലൈബ്രറി പ്രവർത്തകർ പുരസ്കാരം ഏറ്റുവാങ്ങും. 11,111 രൂപയും പ്രശസ്തി പത്രവും ഉപഹാരവുമാണ് പുരസ്കാരം. അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. PVK പനയാൽ, KV കുഞ്ഞിരാമൻ, ഡോക്ടർ പി പ്രഭാകരൻ, പി വേണുഗോപാലൻ, M സേതു, M പുഷ്പലത, K ഇന്ദിര, ശ്രീധരൻ, മധുസൂദനൻ എന്നിവർ സംസാരിക്കും. AK ആൽബർട്ട് സ്വാഗതവും AK റസിക് നന്ദിയും പറയും. രാത്രി 7 തിരുവാതിര, കുട്ടികളുടെ ഡാൻസ്, കലാപരിപാടികൾ അരങ്ങേറും. തുടർന്ന് മെലഡി നൈറ്റ്. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ, AK ആൽബർട്ട്, വേണുഗോപാലൻ നമ്പ്യാർ കോടോത്ത്, P ഗംഗാധരൻ, C ശശിധരൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർവ്വരാജ്യ തൊഴിലാളി ദിനത്തിന്റെ സന്ദേശം പകർന്ന് കാസർഗോഡ് സംയുക്ത തൊഴിലാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലി നടത്തി. റാലിയിൽ നിരവധി പേർ അണിനിരന്നു. തൃക്കണ്ണാട് ക്ഷേത്രത്തിലെ കൊടിമരം ചരിഞ്ഞ നിലയിൽ. സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് വ്യാഴാഴ്ച രാവിലെ. കുണ്ടംകുഴിയിൽ വൻ തീപിടുത്തം. കുണ്ടംകുഴി പഞ്ചലിംഗേശ്വര ക്ഷേത്രം റോഡിൽ പ്രവർത്തിക്കുന്ന ശിവഗംഗ ഹാർഡ്വെയർസിനാണ് തീപിടിച്ചത്. ചക്ക മുറിക്കുന്നതിനിടെ പലക്കത്തിക്ക് മുകളിലേക്ക് വീണ് 8 വയസ്സുകാരൻ മരണപ്പെട്ടു. പാടി വെള്ളൂരടുക്കയിലാണ് സംഭവം. മഞ്ചേശ്വരം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഹജ്ജ് പഠന ക്ലാസ് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.